നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. ഇന്ന് എനിക്കൊന്നൊരു വ്യത്യസ്തമാർന്നൊരു അഭിമുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചെയ്തതിൽ വളരെ വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഒരു അമ്മയും മകളുമാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ അമ്മയും മകളെ ഒരുമിച്ച്. അത് വളരെ പ്രതിഭയുള്ളവരാണ്, കലാവാസനയുള്ളവരാണ്, ഒട്ടേറെ കാര്യങ്ങളിൽ അവർക്ക് പ്രാവീണ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മായാ വിജയൻ അമ്മ, ധന്യ വിജയൻ മകൾ. അപ്പോൾ എനിക്കൊന്ന് അമ്മയിൽ നിന്ന് തുടങ്ങാം. അമ്മയുടെ എനിക്കൊന്ന് പത്രത്തിൽ എനിക്കൊന്ന് സ്ഥാനം പിടിച്ചത് ഇപ്പം 57ാമത്തെ വയസ്സിൽ അല്ലേ അരങ്ങേറ്റം മോഹിനിയാട്ടത്തിൽ. നേരത്തെ പഠിച്ചിരുന്നു. ചെറുപ്പം മുതലേ 4.5 വയസ്സ് ഡാൻസും പാട്ടും സ്പോർട്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നാളത്തെ ഒരു അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ചു നാളൊരു ഇടവേള ഉണ്ടായിരുന്നു. പിന്നെ മോളുടെ നിർബന്ധം, പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ നിർബന്ധം ഒക്കെ കൊണ്ട് വീണ്ടും മോഹിനിയാട്ടം പഠിക്കാൻ ചേർന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു RLV മായാസുഖത്തിൽ അവരുടെ കീഴില് ഇപ്പൊ മോഹിനിയാട്ടം അഷ്ടമിക്ക് അക്കത്തമ്പലത്തില് അരങ്ങേറ്റം കുറിച്ചു. ഈ വർഷവും കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് മകളിലോട്ട് വരാം. ധന്യ വിജയൻ എനിക്കൊന്ന് യൂട്യൂബറാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ധന്യ വിശേഷം? എന്തൊക്കെയാണ് വിശേഷം എന്ന് പറയുന്നത്? ഞാന് ആദ്യമൊന്നും ചെറുപ്പത്തിലൊന്നും പാടാനുള്ള ഒരു താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ടാണ് എന്റെ ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്ക് പാടാൻ കഴിവുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് അമ്മയോട് പറയുകയും പിന്നെയാണ് ക്ലാസിക്കൽ. അത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. അമ്മ ഭയങ്കര ഗായികയായിരുന്നു. ഞാൻ അടുക്കളയിലിരുന്ന് ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഞാൻ സംഗീതം പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അതാ പറ്റിയത്. അങ്ങനെ ഒരു അതിനോട് അടുപ്പം കാണിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലേ, മോള് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവളെ ഞാൻ വിളിച്ചു പാടിച്ചപ്പോ ഇവള് നന്നായിട്ട് പാടുന്നുണ്ട്. ഇവള് ആദ്യം പാടിയത് ഞാൻ ചോദിച്ചു പാടിയത് വേണുഗോപാല് ലളിതഗാനം അനുരാഗമാലിനി തീരത്ത് നിൽക്കും. ആ പാട്ട് ഇവള് നന്നായിട്ട് പാടി. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നിയമി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പോഴേ എന്നെ പഠിപ്പിച്ചത് നല്ലൂർ വാസുദേവൻ നായർ, എന്റെ ചിറ്റപ്പൻ തന്നെയാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത്. ചിറ്റപ്പൻ തന്നെ അവളെ സംഗീതം പഠിപ്പിച്ച് ഞാൻ കൊണ്ടാക്കുമായിരുന്നു. പിന്നെ അവള് അപ്പൊ ചിറ്റപ്പനും പറഞ്ഞു അവൾക്ക് നിന്നെ പോലെ തന്നെ അവൾക്ക് നല്ല കഴിവുണ്ട്. അറിഞ്ഞില്ല. അറിയാൻ ഞാൻ അടുക്കളയിലേക്കും പോകും, അച്ഛൻ ബാങ്കിലേക്കും പോകും. അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു മോളെ സംഗീതത്തിലേക്ക് ആക്കണം. അന്ന് മുതൽ പിന്നെ ഞങ്ങള് തുടങ്ങി സംഗീതം. ധനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അമ്മ തിരിച്ചറിയുന്നില്ല എന്റെ കലാവാസന, അപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടി ചില പാട്ടൊക്കെ പാടിയോ? അങ്ങനെ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവളൊരു പാട്ട് കേട്ടാലും ശ്രദ്ധിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കാതിരുന്നത്. പിന്നെ ഇങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഇവള് ചുമ്മാ ഇരുന്ന് ടീച്ചർ പറഞ്ഞപ്പോ പാടിയപ്പോ അത് നല്ല രാഗം എല്ലാം താളം എല്ലാം ഒത്തു വന്നു. അപ്പോഴാ ഞാൻ പറഞ്ഞു മോളെ പാടിക്കെന്ന് പറഞ്ഞപ്പോ അവള് അനുരാഗമാലിനി തീരത്ത് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അടുക്കള നിൽക്കുമ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കും. അപ്പൊ അവളത് കേട്ട് പഠിച്ചു. അതാ വന്നത്, അല്ലാണ്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ നീ നന്നായിട്ട് പാടണുണ്ടല്ലോ. ചിറ്റപ്പനോട് പറഞ്ഞപ്പോ നാ മോളെയും കൊണ്ടുവരെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും ചിറ്റപ്പനോട് പഠിപ്പിച്ചത്. അമ്മയുടെ ഈ പ്രൊഫൈൽ നോക്കുമ്പോ ഭയങ്കര കോമ്പിനേഷൻ ആണ്. ബാഡ്മിന്റൺ ഇല്ലാത്തൊന്നുമില്ല. കോളേജിലെ കലാതിലകം ചാമ്പ്യൻ, മകൻ ട്രോഫി മേടിച്ചു. എല്ലാം കോളേജിലെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. കൊച്ചിലെ 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ചാമ്പ്യൻഷിപ്പ് മേടിക്കുന്നത് സ്പോർട്സില്. ഡ്രോയിങ് ഉണ്ട്, എംബ്രോയിഡറി ഉണ്ട്, എല്ലാം അറിയാം. എല്ലാ പരിപാടിയും. ഇതെങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്? എങ്ങനെ വീട്ടില്? എന്റെ അമ്മാവൻ, എന്റെ കുഞ്ഞമ്മാവൻ ാണ്. അമ്മാവൻ കുഞ്ഞിലേ മുതല് എന്നെ എല്ലാത്തിനും പഠിപ്പിക്കാൻ കഥകളി പഠിച്ചതാ. അപ്പം കഥകളി പഠിച്ചതാ. അത് തക്കാഴ്ചയുള്ള ഒരു ഇളയ സാറിന്റെ അടുത്ത് അമ്മാവും കൊണ്ടുപോയി, കുഞ്ഞിലേ തന്നെ കൊണ്ടുപോയി കഥകളി പഠിപ്പിച്ച് കഥകളി അരങ്ങേറും ചെയ്തു. അരങ്ങേറ്റം ചെയ്തു. കഥകളി കളിക്കുമായിരുന്നു. ഇപ്പോഴും അത് കാരണമാണ് മോഹിനിയാട്ടത്തിനോട് താല്പര്യം വന്നത്. ഭരതനാട്യം, ഫോക്ക് എല്ലാ ഐറ്റംസും കളിക്കും. അപ്പൊ എന്റെ അമ്മാവൻ ഈ സൈക്കിളിന്റെ മുമ്പിൽ, അന്ന് സൈക്കിളാണ്, എന്റെ മുമ്പിൽ കൊച്ചു സീറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ എന്നെയും കൊണ്ട് നടന്ന് എല്ലാം പഠിപ്പിച്ച് എന്റെ അമ്മാവനാണ്. അമ്മാവനുള്ള കടപ്പാൾ എനിക്ക് തീർത്താ തരൂല്ല. 2 വർഷമായുള്ള അമ്മാവൻ മരിച്ചിട്ട്. നല്ല അമ്മാവൻ വക്കീൽ രാമചന്ദ്രൻ എന്ന് പറയും, നല്ല എഴുത്തുകാരനായിരുന്നു. നമ്മുടെ ഒരു കാഥികൻ
അഡ്മിൻ അവരെയൊക്കെ കൊണ്ട് കഥ എഴുതി കൊടുത്ത് ശബരിമലയിലെ ഒക്കെ ഇത്ര മിനിറ്റ് കൊണ്ടൊക്കെ കഥ പറയിപ്പിക്കുമായിരുന്നു. ഇത്ര നല്ലൊരു ഹിന്ദി മാഷായിരുന്നു. ഹിന്ദി, മലയാളം, സംസ്കൃതം പണ്ഡിതനായിരുന്നു അമ്മാവൻ. എന്റെ അമ്മാവനാണ് എന്റെ സർവസ്വം, എന്റെ കലകളുടെ എല്ലാം. എന്റെ മോക്ക് ഞാനും. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി നമുക്ക് നല്ലൊരു അമ്മാവനെ കിട്ടാനായിട്ട്. ഈ കഥകളിയുടെ കാര്യം പറഞ്ഞ പിന്നെ അങ്ങോട്ട് കഥകളി കണ്ടിന്യൂ കഥകളി ഞാൻ ദക്ഷയാഗം കഥകളിയൊക്കെ കളിച്ചിട്ടുണ്ട്. എല്ലാത്തിലും കളിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കുറെ നാള് കളിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ കോളേജിലെ ഒരു ഇതോടുകൂടി ഒരു കഥകളി ഡാൻസാണ് കോളേജിൽ മത്സരിച്ചത്. അതോടുകൂടി ഞാൻ പിന്നെ അങ്ങ് നിർത്തി. പിന്നെ ഡാൻസിലേക്കൊന്നും പോയില്ല. പിന്നെ പാടുമായിരുന്നു. പാട്ട് പിന്നെ തിരുവാതിര ഭയങ്കര ഇഷ്ടം. പാടിക്കൊടുക്കും. കളിക്കാനും അറിയാം, പക്ഷെ കളിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും പാടിക്കൊടുത്ത് തന്നെ ആളില്ലാത്തോണ്ട് പാടും. അപ്പൊ അങ്ങനെ എന്റെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. എന്റെ അമ്മ നേരത്തെ തന്നെ സംഗീതം പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി വൈക്കത്ത് വന്ന സമയത്ത് എല്ലാരെയും പഠിപ്പിച്ച കൂട്ടത്തിൽ അങ്ങനെ എന്റെ അമ്മയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ആ പാരമ്പര്യമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അതെന്റെ മുകളിലേക്ക് വന്നു. ഈ കഥകളുടെ കഥകളി പദങ്ങൾ എന്തെങ്കിലും ഒന്ന് പാടാൻ പറ്റുമോ? പാടാം. ലോകാധിപ കാന്ത കരുണാലയമീ വാചം ലോകാധിപ കാന്ത കരുണാലയമീ വാചം അകർണയമീ ശംഭോ ഓക്കെ. അപ്പൊ നമുക്ക് ധന്യയിലോട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കാം. എന്താ ധന്യ അങ്ങനെ ഒരു ഗായിക ആയത്? അതിന് പിന്നെ ഒരു ഗുരു അങ്ങനെ ആരൊക്കെയാണ് പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു? ആദ്യം ചിറ്റപ്പനാണ്, അമ്മയുടെ ചിറ്റപ്പനാണ് തുടക്കം ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ രാധിക ടീച്ചർ എന്ന് പറഞ്ഞ വൈക്കത്ത് ടീച്ചറിന്റെ അടുത്ത് കുറച്ചാൾ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സന്ധി ടീച്ചറാണ് എന്നെ അരങ്ങേറ്റം നടത്താൻ. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ ഈ നൃത്തം അതിന്റെ നൃത്തത്തിനോട് എനിക്ക് ഇല്ല. ഞാൻ ചെറിയ ഇതുപോലെ ഒപ്പന അങ്ങനെയുള്ള സംഭവം സ്കൂളിൽ കളിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അതിനോട് വലിയ സംഭവമില്ല. അപ്പൊ നമുക്കൊരു പാട്ടായാലോ? ആദ്യകാലത്ത് ഈ പറഞ്ഞ അമ്മ പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആദ്യമൊക്കെ പാടിയ വേണുഗോപാലിന്റെ അനുരാഗമാലിനി തീരത്തു നിൽക്കും അഴകിൻ മലരാണു നീ, ഒരു സ്നേഹപ്പൂന്തെന്നൽ വന്നണഞ്ഞാൽ നൃത്തമാടുന്ന സഖിയാണു നീ, നൃത്തമാടുന്ന സഖിയാണു നീ. അമ്മയുടെ എനിക്കൊന്ന് കോളേജ് കലാതിലകം ആ കഥയൊക്കെ ഒന്ന് പറയാം. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? കോളേജില് ഞാൻ ചേർന്ന് ആദ്യം ഞാൻ ഒരു ഇതാണ്, നമ്മള് ബോയ്സിന്റെ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അല്ല, സിസ്റ്റേഴ്സിന്റെ. അപ്പൊ കോളേജിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോ ഭയങ്കര പേടിയായിരുന്നു. എന്റെ അമ്മാവനാണ് എന്നെ കൊണ്ട് അവിടെ കൊണ്ട് വിടുന്നതും ഒക്കെ. നമ്മളെ അവരുടെ കൂടെ ചേർന്നില്ല. അപ്പം എന്താ പറയണേ ഇവര് കമന്റ് ചെയ്യും, അങ്ങനെയുള്ള പേടിയായിരുന്നു. അങ്ങനെ അമ്മാവനൊപ്പം ഇവരിങ്ങനെ കമന്റ് ചെയ്യുന്നവരൊക്കെ പേര് പറയുമ്പോ തന്നെ അമ്മാവൻ അവരെ വിളിച്ചു നിർത്തിട്ട്, അമ്മാവന്റെ ശിഷ്യരാണ് എല്ലാരും, ഇത് എന്റെ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ, അവളെ ഒന്ന് സൂക്ഷിച്ചോണം, അവൾക്ക് പേടിയാന്ന് പറയുമ്പോ പിന്നെ അവര് പിന്നെ ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്നെ അവിടെ കൊണ്ടാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജില് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞത് എനിക്ക് ഒന്നും അറിയാന്ന് ഇവിടെ പറയരുതെന്ന്. എല്ലാം അവരെന്ത് ചെയ്തു, അവരതൊക്കെ ടീച്ചേഴ്സിനോട് പറഞ്ഞു. മായ്ക്ക് എല്ലാ കഴിവുകളും ഉള്ളയാളാണ്. അപ്പൊ ഒരു ദിവസം അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒന്ന് നോട്ടീസ് വായിച്ചു, ഒന്ന് മായ ഗ്രൗണ്ടിലേക്ക് വരണം, ഒന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഗ്രൗണ്ടിൽ ചെന്ന് നിന്നപ്പോ സ്പോർട്സിന് എല്ലാരും പഴയ ചാമ്പ്യനും എല്ലാരും ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ അന്ന് കുഞ്ഞിലെ +2 ആണെങ്കിലും ഹാഫ് സാരിയൊക്കെ ഇരുന്നത്, അന്നത്തെ കല്ലുന്ന പോലെ ചുരിദാറല്ല. അത് ഞാൻ ചെന്നപ്പോ അവരെല്ലാം യൂണിഫോമില് ചാമ്പ്യൻ ഉണ്ടോ, അന്ന് പഴയ ചാമ്പ്യൻ, അങ്ങനെ എല്ലാരും നിരന്ന് നിൽക്കുക. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, മായയെ ഞങ്ങള് വിളിച്ചത് ഇതിനെ ഒന്ന് പങ്കെടുപ്പിക്കാനാണ്, നമുക്കൊന്ന് നോക്കാം, ഇന്ന് സെലക്ഷൻ ആണ് മന്നൻ ട്രോഫിയുടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റൂല, തനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വേഗം നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ജഗന്നാഥ വർമ്മ അല്ലേ സിനിമ നടൻ, പുള്ളിയുടെ അനിയൻ ഒരു വർമ്മ സാറുണ്ട്. സാറ് ഞങ്ങളുടെ ഫിസിക്സ് എടുക്കുന്ന സാറാണ്. അപ്പൊ സാറിന് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞു താൻ ഓടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
നിൽക്കാൻ സാറേ എന്ന് പറഞ്ഞു. നിന്ന് ഓടിച്ചു വന്ന് ഞാൻ ഫിനിഷിംഗ് പോയിന്റ് എത്തി തിരിഞ്ഞു നോക്കുമ്പം ചാമ്പ്യനൊക്കെ ഏറ്റവും പുറകെ കിടക്കുക, ആരും വന്നിട്ടില്ല. അപ്പൊ സാർ പറഞ്ഞു താനാണോ ഒന്നും അറിയാൻ മേലെന്ന് പറഞ്ഞു. ഇവരൊന്നും തന്റെ അയലക്കുത്ത് എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടുക മന്നൻ ട്രോഫിക്ക്. അങ്ങനെ ആദ്യമായിട്ട് കോളേജിൽ ഞാൻ മന്നൻ ട്രോഫിക്കാ പോണേ. മന്നൻ ട്രോഫി ചാമ്പ്യൻഷിപ്പ് മേടിച്ചു. ഓട്ടം, ലോങ് ജമ്പ്, റിലേ, ഓട്ടം എല്ലാം ഉണ്ട്. 100, 200, 400 ഒക്കെ ഓടും. പിന്നെ ലോങ് ബ്രോഡ് ജമ്പ്, പിന്നെ റിലേ. അതിന് എത്ര ഉണ്ട് എല്ലാത്തിനും ചേരും. അതെല്ലാം എല്ലാത്തിനും ഫസ്റ്റ്. ഒന്നിലും ഞാൻ 2ാം സ്ഥാനത്ത് കയറിയിട്ടില്ല കോളേജിൽ. അങ്ങനെ ചാമ്പ്യൻ ആയി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ മന്നൻ ട്രോഫി വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കോളേജിലെ സ്പോർട്സിന് കോളേജ് ചാമ്പ്യനായി. പിന്നെ സ്ഥിരം പോരുന്നവരെ ഞാൻ തന്നെ പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. സംഗീതം ക്ലാസിക്കൽ മ്യൂസിക്. ദക്ഷാമൂർത്തി സ്വാമിയാണ് അവിടെ ഞങ്ങൾക്ക് വന്നത്, ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ അന്ന് പാടിയത് സദാവാലയ അന്ന് കീർത്തനാണ്. അപ്പൊ സ്വാമി വിളിച്ചു, ആരാ പഠിപ്പിച്ച എന്നൊക്കെ ചോദിച്ചു. മോക്ക് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ തരാം, തൃപ്പൂണിത്തുറ അക്കാദമി വന്ന് ചേരണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാണ്. പക്ഷെ പോകാനൊന്നും പറ്റിയില്ല. പാട്ടെന്ന് വെച്ചാൽ അന്നത്തെ സമയത്തൊന്നും കൂടുതൽ കൊണ്ട് താമസിപ്പിക്കുകയൊന്നുമില്ല. പോയി ഉണ്ടായിട്ട് അന്നേരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ എല്ലാവർക്കും എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കോളേജിലെ കലാതിലകായി. അങ്ങനെ അതിപ്പോഴും ഓർക്കും. അതിപ്പോ കഴിഞ്ഞ ദിവസം സാർ വിളിച്ചിരുന്നു, ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ വിളിച്ചിട്ട് മായുടെ ഒരു ഫോട്ടോ വേണം, ഒരു മാസത്തിന് ഫോട്ടോ വേണം എന്ന് വെച്ചാൽ നിന്റെ എല്ലാ കഴിവുകളും ഞങ്ങൾക്ക് കോളേജിൽ ഒരു ഫ്ലെക്സ് വെക്കാൻ പോവാണ്. അപ്പൊ നിന്റെ എല്ലാം വേണം. അപ്പൊ സാർ അതിനൊരു ക്യാപ്ഷനൊക്കെ എഴുതി തന്നു. ഞാൻ ഫോട്ടോയും എടുത്തു കൊടുത്തിട്ടുണ്ട്. റീയൂണിയൻ ഒന്നുമില്ല, അതിൽ അവർ തീരുമാനിച്ചിരുന്നാണ് ഇങ്ങനെ സാറിനൊരു ആഗ്രഹം, ഇങ്ങനെ നല്ല കഴിവുള്ള സ്റ്റുഡൻസിന്റെ ഒക്കെ ഫോട്ടോ വയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്നാ അത് വയ്ക്കണേന്ന് അറിയില്ല. ധന്യങ്ങളോട്ട് വരാം. ഈ ഭക്തി ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ ആൽബത്തിലൊക്കെ പാടി, അതൊക്കെ ഒന്ന് പറ, ആരുടെയൊക്കെ ഗാനങ്ങളാണ് ചെയ്തത്? ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, അമ്മയാണ് എന്റെ ഫുള്ളും സപ്പോർട്ട്. അപ്പൊ പാട്ടൊക്കെ ഞാൻ ഫേസ്ബുക്കില് ഭയങ്കര മടിയായിരുന്നു എനിക്ക് പാടിയിടാനൊക്കെ. ആരെങ്കിലും കാണുമ്പോ എന്തെങ്കിലും പറയും, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. കുറെ ഗ്യാപ്പ് വന്നല്ലോ. ആദ്യമൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഫേസ്ബുക്കിലേക്കൊക്കെ പാട്ടിടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി. അങ്ങനെ പാട്ടിട്ട് തുടങ്ങിയപ്പോഴാണ് ഇതുപോലെ ശ്രീകുമാർ ഒരു വൈക്കത്തപ്പന്റെ പോസ്റ്റിലൂടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം വന്നത് ആൽബത്തിൽ. അങ്ങനെ വൈക്കത്തപ്പന്റെ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടി. അങ്ങനെ കുറച്ച് പാട്ടുകൾ എനിക്ക് നല്ല നല്ല ആൽബങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയല്ലേ. ലളിതഗാനങ്ങളും പറഞ്ഞല്ലോ. ലളിതഗാനങ്ങൾ ഇപ്പൊ ഒരെണ്ണം പുതിയ വർക്കിന്റെ പണിപ്പുരയിലാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടും കൂടെ ആയാലോ? പൊന്മോലി പുൽകി പുണരും കല പോലെ പദപങ്കജങ്ങൾ തേടും മല പോലെ പൊന്മോലി പുൽകി പുണരും കല പോലെ പദപങ്കജങ്ങൾ തേടും മല പോലെ. ഓക്കെ, ഈ അമ്മയിലോട്ട് വരാം. ഞാൻ ഈ ബാഡ്മിന്റൺ അതിപ്പോ സംഭവിച്ചു. അതിനും വിളിക്കും. അല്ല, ആ ടാലന്റ് എങ്ങനെ ആരാ കണ്ടെത്തിയത്? ബാഡ്മിന്റൺ ഇങ്ങനെ വീട്ടിൽ കളിച്ച് കളിച്ച് അവിടെ സാറ് തന്നെ വിളിച്ചിട്ട് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ കളിച്ചതാണ്. അതിന് വല്ല ടൂർണമെന്റിലൊക്കെ പോയി സമ്മാനങ്ങൾ നേടി അങ്ങനെ കോളേജ് കളിച്ചിട്ട്. ടൂർണമെന്റ് കൂടുതൽ എനിക്ക് സ്പോർട്സിനോട് ഇത് രണ്ടും, പാട്ടും സ്പോർട്സും, അതാണ് കൂടുതൽ താല്പര്യം. പാട്ട് എവിടെ ഉണ്ടെങ്കിലും. പിന്നെ ഒരു പാട്ടാവോ അമ്മയുടെ ഒരു പാട്ട്? പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി.
പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. ധന്യ ഈ എനിക്കൊന്ന് യൂട്യൂബറും കൂടെ ആണല്ലേ, അപ്പൊ അത് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് അതിനകത്ത്? പാട്ട് മാത്രമാണോ, എന്തൊക്കെയാണ്? പാട്ട് തന്നെയല്ല, ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ? റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തപ്പോ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. പിന്നെ പാട്ടുകള് എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതൽ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. പാട്ടിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ. യൂട്യൂബറായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു മോശ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്രമണം കൂടുതലാണല്ലോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും ആസ്വദിക്കും. കൂടുതലും പാട്ടുകളാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോ ആദ്യമൊക്കെ കുറച്ച് ചിത്ര ചേച്ചിയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോ കുറച്ചൊക്കെ ഒരു നെഗറ്റീവ് ഒക്കെ അതിനകത്ത് കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ തുടർന്ന് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അമ്മയുടെ ഈ ഒരു വീണ്ടും ഒരു രംഗപ്രവേശം മോഹിനിയാട്ടം, ഇത് ആര് വഴിയാ സംഭവിച്ചത്? അത് എങ്ങനെയായിരുന്നു? മോഹിനിയാട്ടം എനിക്ക് കളിക്കണം വീണ്ടും തുടങ്ങി തോന്നിയപ്പം അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഈ കഥകളിയിലോട്ട് പോയില്ല, മോഹിനിയാട്ടം തെരഞ്ഞെടുത്തു. കഥകളിയും മോഹിനിയാട്ടം തമ്മിൽ സാമ്യം, മുദ്രകളും ഭാവങ്ങളും രസങ്ങളെല്ലാം വരണം. കൂടുതൽ ചാട്ടോ ഒന്നുമില്ല, ഭരതനാട്യം പോലെ ഇതില്ല. മോഹിനിയാട്ടം ശരിക്കും അഭിനയാണ്. അപ്പൊ ഞാനിങ്ങനെ എന്റെ താല്പര്യം ഞങ്ങളുടെ അടുത്തുള്ള അവർക്കൊക്കെ അറിയാം. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഡോക്ടറുടെ എന്റെ മോളുടെ പ്രായ ബിന്ദു, അപ്പൊ എന്നോട് വിളിച്ചും പറഞ്ഞു അവരൊക്കെ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, ഒത്തിരി പ്രായമുള്ളവരൊക്കെ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ആന്റിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് എന്തിനു നശിപ്പിച്ച് കളയണേ, അതുകൊണ്ട് ആന്റി വന്നോ ഡാൻസ് കളിക്കണം വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവാ ചെയ്തത്. അവിടെ ചെന്ന് ഞാൻ കളിച്ച് കാണിച്ചപ്പോ ടീച്ചർ സമ്മതിച്ചു. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ മോളാണ് ഈ ടീച്ചറിനെ പഠിപ്പിക്കുന്നത്, RLV ആണ്. നന്നായിട്ട് കളിക്കാൻ നല്ല ഒരു ടീച്ചറാണ്. അന്നേരം എന്നെ ഒന്ന് കളിച്ചു നോക്കട്ടെ, കണ്ടു നോക്കട്ടെ എന്നാ പറഞ്ഞു. ചെന്ന് കളിച്ചപ്പോ സമ്മതിച്ചു. പിന്നെ ഞാൻ അങ്ങനെ വൈക്കത്തമ്പലത്തിൽ എന്നെ പഠിപ്പിച്ചു. 2 പദം വൈക്കത്തമ്പലത്തിൽ ഞാൻ കളിച്ചു. കളിച്ചു കഴിഞ്ഞ് ഇപ്പം ടീച്ചറിനും ഭയങ്കര ഇതായി, ലോകം എല്ലായിടും ആയി, വൈറലായി കഴിഞ്ഞപ്പോ മിസ്സിനൊക്കെ ഭയങ്കര താല്പര്യമായി. പിന്നെ എന്നെ ഇത്തവണ കളിക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അമ്പലത്തിലുള്ളവർക്കും ഭയങ്കര സന്തോഷം. എന്നെ അറിയാം അമ്പലത്തിൽ എല്ലാവർക്കും. ഞാൻ സ്ഥിരം അമ്പലത്തിൽ പരിപാടി തിരുവാതിരക്ക് പാടും, അങ്ങനെ എല്ലാത്തിനും ചെല്ലുന്നുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാം. ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിര പാട്ട് കേൾക്കാനായിട്ട്. അകത്തുനിന്ന് തന്ത്രിയൊക്കെ വന്നിരിക്കും തിരുവാതിരക്കാൻ പാടാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പൊ അവർക്കത് വലിയ താല്പര്യം. അപ്പൊ അങ്ങനെ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങി. അപ്പൊ അതിന് അന്നാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അഭിനയം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കൊന്ന് ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഈ പ്രായം അല്ലേ, പലരും ഒക്കെ നമ്മുടെ കഴിവിനെ നമ്മൾ നശിപ്പിച്ച് കളയാതിരിക്കാം. നമുക്ക് എപ്പോഴും എത്ര പ്രായത്തിലും ചിലരൊക്കെ ഇപ്പോഴും PG ഒക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. എപ്പോഴും നമുക്ക് കലകളൊന്നും നമുക്ക് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഏത് വയസ്സിലും നമുക്ക് വരും. അതെന്റെ ഇത് കളി കൊണ്ട് എല്ലാവർക്കും മനസ്സിലായ കാര്യം അത്. ധന്യ എങ്ങനെയാണ് ഈ നൃത്തത്തിലൊക്കെ താല്പര്യമുണ്ടോ? നൃത്തത്തില് താല്പര്യമില്ല. സംഗീതം. അപ്പൊ അങ്ങനെ അമ്മയെ കണ്ടിട്ട് അങ്ങനെ അമ്മയുടെ കൂടെ സപ്പോർട്ടായിട്ട് കളിക്കാനൊന്നും അത്ര വലിയ വേറെ എന്തെങ്കിലുമൊക്കെ ധന്യക്ക് താല്പര്യം? പിന്നെ ഈ നമ്മൾ പാട്ടല്ലാതെ പാട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് യൂട്യൂബർ നല്ലൊരു യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹം. പിന്നെ ചില പ്രതികരിക്കാനൊക്കെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാനൊക്കെ തോന്നും. ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ, ഏത് വിഷയത്തെ കുറിച്ചൊക്കെ സ്വന്തം അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. ഇനി ആരെങ്കിലും ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. രാജഹംസമേ മഴവിൽ കൊടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. ധന്യവാദം. വരണം. കൽക്കാന്തകാലത്തോളം
കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. ഓക്കെ. അപ്പോൾ ഈ അമ്മയും മകളും ഈ കലായാത്ര ഇങ്ങനെ തുടരത്തെ എല്ലാ ആശംസകളും റേഡിയോ ബെൻസിയുടെ വക. അപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് നന്ദി, നമസ്കാരം.